പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ നാട്ടുകാരിയായിട്ടുള്ള പ്രിയ എന്ന വ്യക്തിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. ആ അവാർഡ് എന്തിനാണെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് തണ്ണീർമുക്കം പഞ്ചായത്തിലെ പോറ്റിക്കവലയിൽ നടത്തുന്ന ഒരു ഡിജിറ്റൽ സേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡിജിറ്റൽ സേവാ കേന്ദ്രം ഏറ്റവും നന്നായിട്ട് നടത്തിയതിനുള്ള അവാർഡാണ് ഈ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ഏകദേശം 47,819 ഡിജിറ്റൽ ഇടപാടാണ് നടത്തിയത് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ. കഴിഞ്ഞ വർഷം മാത്രം 12.5 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഈ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്. അതിനുള്ള പുരസ്കാരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഭർത്താവായിട്ടുള്ള പ്രശാന്തിന്റെ കൂടെ 2018 തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഡിജിറ്റൽ സേവാ കേന്ദ്രം. ആദ്യം ചെറുതായിട്ടാണ് തുടങ്ങിയതെങ്കിലും ആധാർ കാർഡ്, ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഏത് സമയത്ത് ചെന്നാലും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുകയും എത്രയും വേഗം സർട്ടിഫിക്കറ്റുകളൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇടപാടുകൾ വളരെ സുതാര്യമായിട്ട് തന്നെ നടക്കുകയും ചെയ്തു. കമ്പ്യൂട്ടർ നിർധന വിദ്യാർത്ഥികൾക്കുള്ള കമ്പ്യൂട്ടർ പഠനവും അതുപോലെ തന്നെ കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു അവാർഡാണ് ഇപ്പോൾ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ സേവാ പരിപാടിയിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് അതിൽ പാസ്സായതിനു ശേഷമാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ പാസ്പോർട്ട്, ആധാർ കാർഡ്, ലൈഫ് സർട്ടിഫിക്കറ്റ്, ബാങ്കിങ് സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിലാക്കിയതോടെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയായി. 4 സ്ഥിരം ജീവനക്കാരാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ വർഷം മാത്രമാണ് ഈ 12.5 കോടി രൂപയുടെ സാമ്പത്തിക ഡിജിറ്റൽ ഇടപാടുകൾ ഇവിടെ നടന്നത്. മക്കളായിട്ടുള്ള പാർവതിയും പ്രണവുമാണ് കൂട്ടത്തിലുള്ളത്. ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജിതിൻ പ്രസാദിൽ നിന്നാണ് ഇപ്പോൾ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത്.